إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال الله تعالى سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പിഴവുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ അതൊക്കെയും അവന്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ബർസഖിയായ ജീവിതം അവൻ സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബർസഖിയായ ജീവിതവും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ള 4 ചരിത്ര സംഭവങ്ങളിൽ ആദ്യത്തെ ചരിത്ര സംഭവമായ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നിന്നുള്ള ചില ആലോചനകൾ, ചില പാഠങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ട ചരിത്രം ശരിയാവണ്ണം പാരായണം ചെയ്യാനും പഠിക്കാനും നാം ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ വരെ
അത് സ്വാധീനിക്കാൻ പോന്നതാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും. ഖുർആനിന്റെ ചരിത്ര പ്രതിപാദന രീതിയെ സംബന്ധിച്ച് നാം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് ആളുകൾക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, ഖുർആൻ വളരെ സംക്ഷിപ്തമായ രൂപത്തിലാണ്, വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ചരിത്രങ്ങളെ കൈകാര്യം ചെയ്യാറുള്ളത്. വളരെ ചെറിയ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആനിലെ ചരിത്രം കടന്നു പോവുക. അതേ ചരിത്രം മറ്റു വല്ല ചരിത്ര പുസ്തകത്തിലോ മറ്റു ചരിത്രകാരന്മാരോ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിരവധി ഏടുകൾ വേണ്ടിവരുന്നതായിട്ട് നമുക്ക് തോന്നും. വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി കൈകാര്യം ചെയ്ത ഒരു ചരിത്രമാണ് സൂറ യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം. ആ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കഴിയും, സാധാരണഗതിയിലുള്ള ഒരു ചരിത്ര വിദ്യാർത്ഥിയോ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോ വലിയ പ്രാധാന്യത കൽപ്പിക്കുന്ന പല വിശദാംശങ്ങളും അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. യൂസുഫ് അലൈഹിസ്സലാമയുടെയും യഖൂബ് നബി അലൈഹിസ്സലാമയുടെയും അല്ലാതെ മറ്റുള്ളവരുടെ പേരുകൾ അവിടെ പരാമർശിക്കപ്പെടുന്നില്ല. യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും നാട് ഏതാണ് എന്നവിടെ പരാമർശിക്കപ്പെടുന്നില്ല. അവരുടെ ആ കാലഘട്ടം ഏതായിരുന്നു എന്ന് നമുക്ക് ആ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് വളരെ കൃത്യമായി അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നില്ല. ആ രാജ്ഞി ഏതായിരുന്നു എന്നോ ആ മന്ത്രി ഏതായിരുന്നു എന്നോ നമുക്ക് അള്ളാഹു പറഞ്ഞു നൽകുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു കാര്യം ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ, അതല്ലെങ്കിൽ ലോകാവസാനം വരെ വരുന്ന മനുഷ്യരാശിക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരർത്ഥത്തിൽ മൂല്യവത്തായി മാറുന്ന, അവർക്ക് പ്രയോജനപ്രദമായി മാറുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അത്തരം കാര്യങ്ങൾക്ക് മാത്രമേ ഖുർആനിൽ അള്ളാഹു ഇടം നൽകിയിട്ടുള്ളൂ. ഇത് നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം എന്നുള്ളത്, ഖുർആനിൽ അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ടോ അതൊക്കെയും അതിസുപ്രധാനമായ, അതിഗൗരവപ്പെട്ട, ചിന്താർഹമായ, പഠനാർഹമായ നമ്മുടെ സമയം നാം ചെലവഴിക്കേണ്ട കാര്യങ്ങളായിരിക്കും. അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കേണ്ട കാര്യങ്ങളായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഇടപഴകുന്ന മേഖലകളിലുള്ള പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും. അതിനെ ആ രൂപത്തിൽ വായിക്കാനും പഠിക്കാനും നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ മന്ത്രിയുടെ നാമമോ അവരുടെ നാടിന്റെ പേരോ അവിടെയുള്ള രാജ്ഞിയുടെ വയസ്സോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കൊരു മൂല്യവും നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഖുർആൻ അതിനെ പരാമർശിക്കാതിരുന്നത്, ഖുർആൻ അതിനെ ഒഴിവാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഈ രൂപത്തിൽ അടിസ്ഥാനപരമായി നാം പഠിക്കേണ്ട, നാം ശ്രദ്ധിക്കേണ്ട, നാം നമ്മുടെ ശ്രദ്ധ നൽകേണ്ട കാര്യങ്ങൾക്ക് പകരം സൂക്ഷ്മതലങ്ങളിലുള്ള വിശദാംശങ്ങളിലേക്ക് കൂടുതലായി നാം ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വളരെ സുപ്രധാനമായ, നാം മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളെയും നാം അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഖുർആൻ ഈ അർത്ഥത്തിൽ പല കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, വെട്ടിച്ചുരുക്കിക്കൊണ്ട് ചരിത്രം നമുക്ക് മുന്നിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെ നാം സൂറത്തുൽ കഹ്ഫിലെ ഈ ചരിത്രത്തെയും സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഭവത്തെ ആ രൂപത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുക. ചെറിയൊരു രൂപത്തിൽ ആ ചരിത്രത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വ്യക്തമാക്കാൻ ഒന്നുകൂടി അത് ആവർത്തിക്കുകയാണ്. ഒരു നാട്ടിൽ ഏതാനും കുറച്ച് യുവാക്കളുണ്ടായിരുന്നു. അവർ സത്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോ, അള്ളാഹുവിന്റെ ഏകത്വം അവർ മനസ്സിലാക്കിയപ്പോ, യഥാർത്ഥ ദീൻ എന്താണ് എന്നവർ ഉൾക്കൊണ്ടപ്പോഴേ അത് വളരെ സധൈര്യം, ആത്മധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ആർജവത്തോടുകൂടി അത് ഉറക്കെ പ്രഖ്യാപിക്കാനും പ്രദർശിപ്പിക്കാനും അവർ തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോഴേ ആ സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി. ആ സമൂഹത്തിൽ അവർ അതികഠിനമായ പീഡനങ്ങൾക്ക് അവർ വിധേയരായി. അവർ വലിയ ക്രിമിനലുകളായി, കുറ്റവാളികളായി മാറി. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. അള്ളാഹുവിനോട് അഭയം ചോദിച്ചു. ആതിനാ മിൻ ലദുൻക റഹ്മ, അള്ളാഹുവേ നിന്റെ കരുണ അത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞവർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു ഗുഹയിൽ അഭയം നൽകി. ആ ഗുഹയിൽ 300 വർഷക്കാലം അള്ളാഹു അവരെ സംരക്ഷിച്ചു പോന്നു. 300 വർഷക്കാലങ്ങൾക്ക് ശേഷം ആളുകൾ ഈ രഹസ്യം അറിഞ്ഞു. ഈ ആളുകളെ സംബന്ധിച്ചുള്ള വിവരം എല്ലാ ആളുകളും അറിഞ്ഞു. അവിടെയാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയത്ത് കടന്നു വരുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 22-ാമത്തെ ആയത്തിൽ ഈ ആളുകളുടെ ഒരു സംക്ഷിപ്തമായ ചരിത്രം ഖുർആൻ വിവരിച്ചതിന് ശേഷം
ഈ ആളുകളെ കുറിച്ച് പിന്നീട് വന്ന ആളുകൾ പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വലിയൊരു ആയത്ത് തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. സൂറത്തുൽ കഹ്ഫ് വായിക്കേണ്ടതുപോലെ വായിക്കുമ്പോൾ ആ ആയത്തെത്തുമ്പോൾ ഏതൊരു വായനക്കാർക്കും അത് വലിയൊരു കൗതുകം ഉണർത്തും. കാരണം അതിസുപ്രധാനമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഈ ഖുർആനിൽ എന്തുകൊണ്ടാണ് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വളരെ അപ്രസക്തമെന്ന് തോന്നുന്ന, വലിയ പ്രാധാന്യതയില്ലെന്ന് നമുക്ക് തോന്നുന്ന ചില ആളുകളുടെ വർത്തമാനങ്ങൾ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ചില ആളുകളുടെ സംഭാഷണങ്ങൾ, ഈ ഗുഹാവാസികളെ സംബന്ധിച്ച് ചില ആളുകൾ പറയുന്ന ചില വർത്തമാനങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്, സയഖൂലൂന സലാസതുർ റാബിഉഹും കൽബുഹും. അവര് പറയുകയാണ്, ആ ഗുഹാവാസികൾ 3 ആളുകളാണ്, 4ാമതായി അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ നായയാണ്. വയഖൂലൂന ഖംസതുൻ സാദിസുഹും കൽബുഹും. അവരിൽ മറ്റു ചില ആളുകൾ പറയണം, അല്ല, അവർ 3 ആളുകളല്ല, അവർ 5 ആളുകളാണ് ഗുഹാവാസികൾ. 6ാമനായി അവരുടെ കൂട്ടത്തിൽ ഒരു നായയാണ് ഉണ്ടായത്. വയഖൂലൂന സബ്അതുൻ വസാമിനുഹും കൽബുഹും. മറ്റു ചില ആളുകൾ പറഞ്ഞേ 3ഉം 5ഉം ഒന്നല്ല, അവർ 7 ആളുകളാണ്. 8ാമനായി അവരുടെ കൂട്ടത്തിലുണ്ടായതാണ് ആ നായ. അതിനിടയിൽ അള്ളാഹു പറയുന്നുണ്ട് റജ്മം ബിൽ ഗൈബ്. അവർ ഇതൊക്കെയും ഒരുതരം ജൽപ്പനങ്ങൾ, അവരുടെ ഊഹങ്ങളാണ് അവരിതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സംഭാഷണം നമുക്ക് പറഞ്ഞു നൽകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ രൂപത്തിൽ അല്ലാഹു പ്രതിപാദിച്ചിട്ടുള്ള ആയത്തുകളെ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അവര് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏത് ആയത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവര് പറയുന്നു എന്ന് പറഞ്ഞ് ഖുർആൻ പറയുക മിക്കവാറും അല്ലാഹുവിന് അനിഷ്ടകരമായ കാര്യം പറഞ്ഞ ആളുകളുടെ വർത്തമാനങ്ങളായിരിക്കും. അള്ളാഹുവിന് അതൃപ്തിയുള്ള വർത്തമാനങ്ങൾ ചില ആളുകൾ പറയുമ്പോൾ ആ വർത്തമാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ, അതിനെ കോട്ട് ചെയ്യാനാണ് ഖുർആനിൽ യഖൂലൂന സയഖൂലൂന എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വർത്തമാനം ഖുർആനിൽ കൊണ്ടുവരാം. ഉദാഹരണത്തിന് യഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല. ചില ആളുകൾ ഖുർആനിലെ ഉപമകളെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതിരുന്നപ്പോൾ, അതിന് പകരം അതിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തപ്പോൾ അവരുടെ വർത്തമാനം ഖുർആൻ പറയാണ്. അവർ പറയുന്നു യഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല. എന്താണ് ഈ ഉപമകളുടെ ഉദ്ദേശം എന്ന് അവർ പറയുകയാണ്. യുദില്ലു ബിഹി കസീറ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഈ രൂപത്തിൽ ഞാൻ ചില ആളുകളെ ദലാലത്തിലാക്കാറുണ്ട്. മറ്റൊരിടത്ത് അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടി ചമക്കുന്ന വേദക്കാരുടെ വർത്തമാനത്തെ കോട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നു ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എന്നാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല. മുനാഫിഖീങ്ങളുടെ, കപടവിശ്വാസികളുടെ ചില വർത്തമാനങ്ങൾ, കപടവിശ്വാസികളുടെ വർത്തമാനത്തെ കോട്ട് ചെയ്യാൻ അത് പ്രതിപാദിക്കുമ്പോൾ ഒരുപാടിടങ്ങളിൽ ഖുർആനിൽ ഈ രീതി സ്വീകരിച്ചതായി കാണാം. അവർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദ് യുദ്ധവേളയിൽ ചില കപടവിശ്വാസികൾ പറഞ്ഞ വാക്കുകളാണത്. ഞങ്ങളുടെ കയ്യിൽ സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ, ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, മാ ഖുതിൽന ഹാഹുന, ഞങ്ങളുടെ കയ്യിലായിരുന്നു കൈകാര്യകർത്തൃത്വമെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല. മാ ഖുതിൽന ഹാഹുന. മറ്റു ചില കപടവിശ്വാസികൾ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ധൃതി കാണിക്കുമ്പോൾ അതിന് ന്യായമായിട്ട് അവർ പറഞ്ഞൊരു വർത്തമാനത്തെ സൂചിപ്പിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വല്ല ആപത്തും വന്നേക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ആയത്ത് യഖൂലൂന ഹാദാ ഇഫ്കുൻ ഖദീം. ഖുർആനെ പറ്റി അവർ പറയുന്നു ഇത് കെട്ടുകഥയാണ്. യഖൂലൂന മതാ വഅദുല്ലാഹ്. അവർ ചോദിക്കുന്നു എപ്പോഴാണ്, യഖൂലൂന മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ വഅദ്, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്ന് അവർ പരിഹസിച്ച് ചോദിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ വർത്തമാനത്തിൽ കോപിഷ്ഠനായി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ വർത്തമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാൻ ആ ആളുകളുടെ വർത്തമാനത്തെ ഈ രൂപത്തിൽ കോട്ട് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ, ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുള്ള, ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ചരിത്രം അള്ളാഹു അവരുടെ മുന്നിലേക്ക് വിവരിച്ചപ്പോഴേ അതിൽ നിന്ന് ആ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം ചില ആളുകൾ പറയാണ് യഖൂലുന സലാസത്തുൻ ഔ റാബിഉഹും കൽബുഹും. അവർ 3 ആണോ 4 ആണോ, അവർ 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ, അവരുടെ എത്ര ആളുകളാണ്, അവരുടെ നായ ഏത് ഇനത്തിൽപ്പെട്ടതാണ്, അവരുടെ നാടേതാണ്, അവരുടെ ഗുഹ ഏതാണ്, ഈ രൂപത്തിലുള്ള ചർച്ചകളാണോ അവർക്ക് ചോദിക്കാനുള്ളത്? ഈ രൂപത്തിലുള്ള സംശയങ്ങളാണോ? ഇത്ര ആഴത്തിലുള്ള ഗുണപാഠങ്ങളുള്ള ഒരു ചരിത്രം വിവരിക്കപ്പെട്ടപ്പോൾ ഇത്തരം കാര്യങ്ങളാണോ അവർക്ക് അതിൽ നിന്ന് അറിയാനുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അതിലൂടെ നമുക്ക് ചോദിക്കുന്നത്.
ഇത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഖുർആൻ പഠന രീതിയും ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന സമയത്ത് നമ്മിൽ ഉടലെടുക്കുന്ന ചോദ്യം അവരുടെ പേരുകൾ എന്തായിരുന്നു, ആ നായയുടെ ഇനമേതായിരുന്നു, ഇന്ന് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ എന്നറിയപ്പെടുന്ന ഗുഹ തന്നെയാണോ അതിന്റെ യഥാർത്ഥ ഗുഹ, അതല്ല മറ്റു വല്ലതും ആണോ? ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് നമ്മുടെ ചിന്ത പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയ ഒരു കൂട്ടരുടെ ചിന്താ രീതിയാണ്, വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. മുഫസ്സിരിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തമാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അതിൽ വിവരിക്കുക എന്നുള്ളത്. അതിനർത്ഥം അതാണ് ഹിദായത്ത് എന്നുള്ളതല്ല, അതിനർത്ഥം അതാണ് അതിലേറ്റവും സുപ്രധാനമായ കാര്യം, ഇത്തരം ഡീറ്റെയിൽസുകളാണ് എന്നുള്ളതല്ല. അതിനും അപ്പുറത്ത് അടിസ്ഥാനപരമായി ഇത്തരം ചരിത്രങ്ങളിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതിന് ശേഷമാണ് ഇത്തരം വിശദാംശങ്ങൾ വൈജ്ഞാനികമായി അറിയാൻ നമുക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ വൈജ്ഞാനികമായ കാര്യങ്ങളാണ്. അതിനും ആദ്യമേ അതിഗൗരവപ്പെട്ട രൂപത്തിൽ നാം പരിഗണിക്കേണ്ടത് ഇത്തരം ചരിത്ര സംഭവങ്ങൾ ഏത് രൂപത്തിലാണ് എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചായിരിക്കണം. ഒരിക്കൽ ഒരു ബിസിനസ് അധ്യാപകൻ കുട്ടികൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങൾ വിവരിച്ചു കൊടുക്കാണ്. ചില അടിസ്ഥാന തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾസ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരാൾ നല്ലൊരു ബിസിനസ്സുകാരനാകണമെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം, മാർക്കറ്റിനെ പറ്റി കൃത്യമായി പഠിക്കണം, ആ നല്ലൊരു സ്ഥലം കണ്ടെത്തണം, സ്പോട്ട് കണ്ടെത്തണം, വളരെ കൃത്യമായ ഒരു പ്രൈസിങ്, നല്ല രൂപത്തിൽ വില നിർണ്ണയിക്കണം. ഇങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് പറയുകയാണ്. അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അധ്യാപകന് തോന്നുകയാണ് ഇവർക്ക് കുറച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കഥയുടെ രൂപത്തിൽ ഞാനിത് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു നാട്ടിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാട്ടിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു. ആദ്യം അദ്ദേഹം ആ നാട്ടിലൂടെ സഞ്ചരിച്ച് ഓരോ ഇടങ്ങളും പരിശോധിച്ചു. അപ്പൊ അവിടെ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ടു ഒരിടത്ത്. അതൊരു ബസ് സ്റ്റോപ്പ് ആയിരുന്നു. അവിടെ നല്ല ചൂടുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മനസ്സിലാക്കി അവിടെ ഒരു ജ്യൂസ് കട തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കും. അങ്ങനെ ആ അബ്ദുറഹ്മാൻ ഒരു ജ്യൂസ് കട തുടങ്ങി. അതിനു മുമ്പ് ആ സമീപത്തുള്ള ജ്യൂസ് കടകളൊക്കെ പരിശോധിച്ച് അവരൊക്കെ എങ്ങനെയാണ് വില നിർണ്ണയിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചു. ആ അർത്ഥത്തിൽ വളരെ കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു വില അവിടെ നിർണ്ണയിച്ചു. ഈ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഒരു കുട്ടി സദസ്സിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കാണ്, അബ്ദുറഹ്മാൻ ധരിച്ച വസ്ത്രം എന്തായിരുന്നു? അതല്ലെങ്കിൽ അബ്ദുറഹ്മാൻ വിവാഹിതനായിരുന്നു, അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു, എത്ര ലാഭമാണ് അദ്ദേഹം നേടിയിരുന്നത്? ഈ രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് അധ്യാപകൻ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ അധ്യാപകൻ അതിന് മറുപടിയല്ല കൊടുക്കുക. ആ അധ്യാപകൻ അത് വലിയ മനപ്രയാസം ഉണ്ടാക്കും. കാരണം ഞാൻ ഉദ്ദേശിച്ച തലത്തിലേക്കല്ല ഈ കുട്ടികൾ സഞ്ചരിക്കുന്നത്. ഈ രൂപത്തിലാണ് ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, ഇത്തരം ചരിത്രങ്ങൾ അള്ളാഹു പറയുമ്പോൾ അവർ ചോദിക്കും, അവർ വലിയ സംവാദത്തിലാണ്, അവർ വലിയ ചർച്ചയിലാണ്. അവർ 3 ആണോ 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ 9 ആണോ ഈ ചർച്ചകളിൽ അവർ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, അല്ലാഹു അവിടെ മറുപടി കൊടുക്കുന്നില്ല, അവിടെ എത്രയാണെന്ന് പറയുന്നില്ല. ഖുർ, പ്രവാചകരെ താങ്കൾ പറയുക, റബ്ബി അഅലമു ബിഇദ്ദതിഹിം, അവരുടെ എണ്ണം അല്ലാഹുവിനറിയാം. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് അത് റബ്ബിനറിയാം. അത് അറിഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് അവരോട് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്. സത്യത്തിൽ എന്തൊക്കെ ഗുണപാഠങ്ങൾ അവർക്ക് ഇതിൽ നിന്ന് പഠിക്കാമായിരുന്നു. ഒരു പറ്റം യുവാക്കൾ ആ അന്ധകാരം നിറഞ്ഞ ആ ലോകത്ത് അവരൊരുമിച്ച് കൂടാണ്. അത് എല്ലാ അർത്ഥത്തിലും തിന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. ഏതൊരു യുവ സമൂഹവും ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ സുലഭമായി അവിടെ ലഭ്യമായിരുന്നു. എല്ലാം അവർക്കിടെ ചെയ്യാമായിരുന്നു. എന്നിട്ടും ഈ യുവാക്കൾ ഒരുമിച്ച് കൂടാണ്. ഒരുമിച്ച് കൂടുന്നത് തെറ്റുകൾക്ക് വേണ്ടിയല്ല. സാധാരണഗതിയിൽ യുവാക്കൾ ഒരുമിച്ച് കൂടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവർ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അവർ ആദർശത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അവർ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവർ ഒരുമിച്ച് കൂടി അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഖേദിച്ച് മടങ്ങുന്നു. അള്ളാഹുവിനോട് അവർ കൈകൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പാടാണത്. ഫിത്നകൾ നിറഞ്ഞ ലോകത്ത് എല്ലാ ആളുകളും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അതിന്റെ ഭാഗമാകണോ, അതല്ല ഞാൻ വ്യത്യസ്തമായൊരു പാതയിൽ സഞ്ചരിക്കണോ എന്ന നമ്മുടെ മനസ്സിന്റെ ആ ചോദ്യത്തിലുള്ള ഒരു ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിലൂടെ ആദ്യമായി നമ്മൾ കണ്ടെത്തേണ്ടത്. സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുടെ ചരിത്രം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം അവരോട് അതേപറ്റി ചോദ്യം ചോദിക്കുമ്പോൾ, അതേ സംബന്ധിച്ച് ഒരു ക്വിസ് അവരുടെ മുന്നിൽ നമ്മൾ നടത്തുമ്പോൾ ഒരിക്കലും അവരുടെ എണ്ണമോ
നാടോ പേരോ അല്ല ചോദിക്കേണ്ടത്, ആ വർഷമല്ല അവരോട് ചോദിക്കേണ്ടത്. അവരോട് നമുക്ക് ചോദിക്കാം, നിന്റെ ക്യാമ്പസിൽ മുഴുവൻ വിദ്യാർത്ഥിനികളും ഹിജാബ് ധരിക്കാതെ പോവാണ്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു ലിബറൽ സമൂഹം അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം എല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കാണ്, അതവിടെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നീ അവരുടെ കൂട്ടത്തിൽ ചെന്ന് എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ വിട്ടുനിൽക്കും? അങ്ങനെ വിട്ടുനിൽക്കുകയാണോ ചെയ്യുക, അതല്ല ആ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലൊന്നായി നീ മാറുകയാണോ ചെയ്യുക എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആ ചരിത്രം പഠിപ്പിച്ചതിന് ശേഷം നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കേണ്ടത്. എല്ലാ ആളുകളും വിവാഹം നടത്തുമ്പോൾ വിവാഹ മാമാങ്കത്തിൽ പല ഹറാമുകളും നടത്തുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നോർമലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും വിവാഹം നടത്തുമ്പോൾ ആ അർത്ഥത്തിലുള്ള നാട്ടു നടപ്പുകളൊക്കെ നടത്താം എന്നാണോ നീ ചിന്തിക്കേണ്ടത്? അതല്ല ഈ ഗുഹാവാസികളെ പോലെ വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിക്കുന്നതിൽ നിനക്ക് മനപ്രയാസം തോന്നേണ്ടതുണ്ടോ? അതാണ് അവിടെ ചോദിക്കേണ്ടത്. അതൊരിക്കലും നിനക്കൊരിക്കലും സാധിക്കുകയില്ല. അവിടെ നീ അള്ളാഹുവിലേക്ക് തിരിയണം. ആ ഗുഹാവാസികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയാണല്ലോ അള്ളാഹുവിലേക്ക് തിരിഞ്ഞത്. ആത്തിനാ മില്ലതുൻക റഹ്മ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഇവിടെ സംരക്ഷിക്കാൻ കഴിയൂല, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നീ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണം. ഹയ്യ ലനാ മിൻ അംരിനാ റശദ, നീ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിതം സാധ്യമല്ല, അതുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തണം എന്ന് താണ് കേണ് അപേക്ഷിച്ച് നിഷ്കളങ്കമായി ആ യുവാക്കള് ആ അള്ളാഹുവിന്റെ മുന്നിലേക്ക് തിരിയുന്നു. ആ പാഠമല്ലേ യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരുന്നത്? അങ്ങനെ അവർ തിരിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു അവരെ സഹായിക്കാൻ. അവർ പ്രവാചകന്മാരായിരുന്നില്ല, അവർ പണ്ഡിതന്മാരായിരുന്നില്ല, അവർ പുരോഹിതന്മാരായിരുന്നില്ല, അവർ സന്യാസിമാരായിരുന്നില്ല. ഇന്നഹും ഫിത്യ, അവർ ഒരു പറ്റം സാധാരണക്കാരിൽ സാധാരണക്കാരായ യുവാക്കൾ മാത്രമായിരുന്നു. അവരുടെ പ്രത്യേകം എന്താണ്? ആമനൂ ബി റബ്ബിഹിം, അവരുടെ റബ്ബിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണ് അവരുടെ പ്രത്യേകത. അവരുടെ പ്രത്യേകത എന്താണ്? ഇസ്ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഈ ആകാശങ്ങളും ഭൂമിയും നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. ആ റബ്ബിനെ അംഗീകരിച്ചു. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ ആ ഈമാന് മാത്രമാണ് അള്ളാഹുവിന്റെ സഹായത്തിൽ നിങ്ങൾ അർഹരാക്കി മാറ്റുക എന്ന് വലിയൊരു പാഠമല്ലേ അത് നമുക്ക് പറഞ്ഞു നൽകുന്നത്? യഥാർത്ഥത്തിൽ പിന്നീട് പുരോഹിതന്മാർ ഈ ചരിത്രത്തെ വക്രീകരിച്ചു. അവർ 7 സെയിൻസ് എന്ന് അവരെ പറ്റി പറഞ്ഞത്. ഇത് 7 സന്യാസിമാരായിരുന്നു. ഒരിക്കലും 7 സന്യാസിമാരല്ല. ഇന്നഹും ഫിത്യ, അവർ 7 സന്യാസിമാരായിരുന്നില്ല, അവർ സാധാരണക്കാരായ യുവാക്കളായിരുന്നു. അവരുടെ പ്രത്യേകത അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതാണ്. അല്ലാഹു വലിയ്യുൽ ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്, രക്ഷകനാണ്. ഏത് ദുലുമാത്തുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും ഹിദായത്തിന്റെ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക്, സത്യത്തിലേക്ക് അള്ളാഹു മുഅ്മിനീങ്ങളെ കൈപിടിച്ചുയർത്തും. പക്ഷേ അത് ആ യഥാർത്ഥ ഈമാൻ, നിഷ്കളങ്കമായ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടതുണ്ട്. ആ ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഏത് അത്യാഹിത ഘട്ടത്തിലും ഏത് അത്യാസന ഘട്ടത്തിലും അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബോധം, അതിന്റെ ഒരു ഗൗരവം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന വലിയൊരു പാഠമല്ലേ ആ ചരിത്രം നമുക്ക് നൽകുന്നത്? ഒരു 300 വർഷക്കാലങ്ങൾക്ക് ശേഷം അവർ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. അവര് മനസ്സിലായില്ല 300 വർഷക്കാലം ഉറങ്ങിയെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ വിചാരിച്ചത് ഒരു ദിവസത്തിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ആ രാജ്യത്തെ സൈന്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ കരുതിയത്. അപ്പോ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹോദരനെ ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഫല്യൻദുർ അയ്യുഹ അസ്കാ തആമ, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഏറ്റവും ഹലാലായ ഭക്ഷണം ഏതാണ് എന്ന് നോക്കിയിട്ടേ വാങ്ങാവൂ. ഈ ഒരു അത്യാഹിത ഘട്ടമാണ് എന്ന് കരുതി കിട്ടുന്ന ഭക്ഷണമായിട്ട് വരരുത്. ഫല്യൻദുർ അയ്യുഹ അസ്കാ തആമ, ഏറ്റവും ഹലാലായ, ഏറ്റവും അനുവദിക്കപ്പെട്ട, ഏറ്റവും പരിശുദ്ധമായ ഭക്ഷണം ഏതാണ് എന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാവൂ എന്ന ഉപദേശമല്ലേ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്? ഒരുപാട് വർഷക്കാലങ്ങൾക്ക് ശേഷം ഇത്രയൊക്കെ അള്ളാഹുവിനോട് ത്യജിച്ചിട്ടും അവർ പറയുന്ന കാര്യം ഇന്നഹും യദ്ഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലതിഹിം, അവരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരുപക്ഷെ ആ ദീനിലേക്ക്, ആ വലാലത്തിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടി വരുമോ, ഈ ഹിദായത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഹിദായത്തിലെ സംബന്ധിച്ച് അപ്പോഴും അവർ തങ്ങളെക്കുറിച്ച് അങ്ങേയറ്റത്തെ മികവ് അർത്ഥത്തിലുള്ള
ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങളെല്ലാം സമർപ്പിച്ചിരിക്കുന്നു, തങ്ങളുടെ ഹിദായത്തിനെ സംബന്ധിച്ച് അതീവ കോൺഫിഡൻസിലല്ല അപ്പോഴും അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴും തങ്ങളുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു താഴ്മയല്ല യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്. അവിടെയാണ് അള്ളാഹുവിന്റെ വാക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ. പ്രവാചകരെ പറയുക അവരുടെ എണ്ണത്തെക്കുറിച്ച് അത് അള്ളാഹുവിനറിയാം, പക്ഷേ മാ യഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ യുവാക്കളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. അതൊരിക്കലും അവരുടെ എണ്ണത്തെ പറ്റിയിട്ടല്ല. യഥാവിധി ആ യുവാക്കളെ മനസ്സിലാക്കേണ്ടതുപോലെ അവരിൽ നിന്ന് അവരെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട ആളുകൾ അത് വളരെ വിരളമാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാ അല്ലാഹിറ. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരുമായി കൃത്യമായ ബോധ്യമില്ലാതെ, അറിവില്ലാതെ താങ്കൾ തർക്കിക്കാൻ പോകരുത്, സംവദിക്കാൻ പോകരുത് എന്ന ഉപദേശവും സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുകയാണ്. എല്ലാ മേഖലകളും ഞങ്ങൾ സംവാദം നടത്തേണ്ട മേഖലകളാണ്. എല്ലാ മേഖലകളും ഞങ്ങളുടെ ഖണ്ഡനമണ്ഡനങ്ങൾക്കുള്ള മേഖലകളാണ്. എല്ലാ മേഖലകളും ഞങ്ങൾക്ക് തർക്കിക്കാനുള്ള മേഖലകളാണ് എന്ന് കരുതുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം, സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും തങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലെല്ലാം പോയി സംവാദം നടത്താനുള്ള അനുവാദം അള്ളാഹു കൊടുക്കുന്നില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാ അല്ലാഹിറ. പലപ്പോഴും ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്ഥത്തിൽ ഖണ്ഡനമണ്ഡനങ്ങൾക്കുള്ള, സംവാദങ്ങൾക്കുള്ള ഒരു മേഖലയായി നമുക്ക് മാറിയിരിക്കുകയാണ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ളല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനൂ അലൈഹി ഇല്ലാ ഊതുൽ ജദൽ. ഹിദായത്തിലേക്ക് ലഭിച്ചതിന് ശേഷം ഒരു സമൂഹവും ളലാലത്തിലായി പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല, ഇല്ലാ ഊതുൽ ജദൽ, തർക്കങ്ങൾ കാരണമല്ലാതെ. ഇന്ന അബ്ഗദ റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഖസം. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അല്ലാഹുവിന് അനിഷ്ടകരമായ സമൂഹം, വ്യക്തികൾ എന്നുള്ളത് അൽ അലദ്ദുൽ ഖസം, തർക്കപ്രിയരായ ആളുകളാണ്. എന്ത് വിഷയം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാലും അത് അവർക്ക് തർക്കിക്കാനുള്ള ഒരു വിഷയമായിട്ടത് മാറും. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന് അനിഷ്ടകരമായ, അല്ലാഹുവിന്റെ കോപത്തിന് അർഹരാകുന്ന ആളുകളാണ് എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കഫാ ബിൽ മിറാഇദാൻ അയ്യൂരിസൽ ഖൽബ ഖസ്വ വയുത്ഫിഅ നൂറൽ ഇൽമ. തർക്കം എന്നുള്ളത് മോശമാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് ഹൃദയത്തെ കടുത്തതാക്കി കളയും, ഹൃദയം കടുത്തുപോകും. അധികമായി തർക്കിച്ചുകൊണ്ടിരുന്നാൽ ഹൃദയത്തിലെ ഇമോഷനുകളൊക്കെ നഷ്ടപ്പെട്ടത് ഹൃദയം കടുത്തുപോകും എന്ന് മാത്രമല്ല, വയുത്ഫിഉ നൂറൽ ഇൽമ, യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആ വെളിച്ചം അത് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു സമൂഹത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇദാ റഅയ്ത ഖൗമൻ ഹമ്മുഹുമുൽ ജിദാൽ, അവരാകെ ശ്രദ്ധിക്കുന്ന കാര്യം ഈ തർക്കം മാത്രമാണ്. ഇങ്ങനെ സംവാദം നടത്തുക, ഖണ്ഡനമണ്ഡലങ്ങൾ നടക്കുക, തർക്കിച്ചുകൊണ്ടിരിക്കുക, ഇതിനെ മാത്രം ഗൗനിച്ചുകൊണ്ട്, ഇതിന് മാത്രം പ്രാധാന്യത കൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹത്തെ നീ കണ്ടാൽ ഫഅലം, നീ അറിയണം, അന്നഹും ഹുരിമുൽ ഇൽമ, യഥാർത്ഥ ജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന്, ഇൽമിൽ നിന്ന് അവർ തടയപ്പെട്ടിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കണം എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇമാം മാലിക് റഹിമഹുല്ലയും സമാനമായ ഒരു വാക്ക് പറയുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ആയത്തിൽ അള്ളാഹു ഉപദേശിക്കുന്ന മറ്റൊരു ഉപദേശം, വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. ഈ ഗുഹാവാസികളുടെ വിഷയത്തിൽ അവരോട് ഒരു കാര്യം താങ്കൾ അന്വേഷിച്ചറിയാൻ പോലും പോകരുത് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന വേദക്കാരോട്, അവിടെ ഉണ്ടായിരുന്ന ആളുകളോട്, ഒരുപക്ഷെ അവർക്ക് ഈ ഗുഹാവാസികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ അവരുടെ അടുക്കൽ ഉണ്ടായേക്കാം. പക്ഷെ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, അതേ സംബന്ധിച്ച് ചോദിച്ചറിയാൻ അവരിൽ ഒരാളെയും താങ്കൾ സമീപിക്കരുത്. കാരണം അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട, അറിയേണ്ട കാര്യം അവർ അറിഞ്ഞിട്ടില്ല. ആ ചരിത്ര സംഭവം അവർക്കൊരിക്കലും ഹിദായത്തായി മാറിയിട്ടില്ല. അതുകൊണ്ട് വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. തസ്തഫ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്വ ചോദിക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കും ഒരുപാട് ഫത്വകളുണ്ട്. ഇത് നമ്മുടെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ സമീപനം മാത്രമല്ല, ദീനുമായി ബന്ധപ്പെട്ട നമ്മുടെ സകല മേഖലകളും ഈ രൂപത്തിൽ മാറിയിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച് ശാഖാപരമായ കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ അതിന് ആ സൂക്ഷ്മ തലങ്ങളിലുള്ള വിശദാംശങ്ങളെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട
സംശയങ്ങൾ മാത്രം നമ്മൾ ചോദിക്കുക, അതുമായി ബന്ധപ്പെട്ട ഫത്വകൾ മാത്രം നമുക്ക് ചോദിക്കാനുണ്ട്. വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന വളരെ ചെറിയ സംശയങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുക. പക്ഷെ അടിസ്ഥാനപരമായ വലിയ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാകും. ഒരാൾക്കൊരു സംശയം, വണ്ടിയിൽ കയറിയാലുള്ള പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ആദ്യം സുബ്ഹാനല്ലാഹ് പറയണോ അതല്ല അൽഹംദുലില്ലാഹ് പറയണോ, പക്ഷേ താങ്കളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എങ്ങനെയാണ് വാങ്ങിയത് എന്ന മറുചോദ്യം ചോദിക്കുമ്പോഴേക്ക് ആ ആദ്യത്തെ ചോദ്യം അപ്രസക്തമാകും. കാരണം ഹറാമായ പൈസ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ വാഹനം മാറിയിരിക്കുന്നത്. ചില ആളുകൾക്ക് ഭയങ്കര സംശയം, വീട്ടിന്റെ ആ പടി ചവിട്ടാൻ പറ്റുമോ ഇല്ലേ, വീട് നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രവേശിക്കുമ്പോൾ ഏത് സമയമാണ് ഏറ്റവും അത്യുത്തമം എന്നൊക്കെ ചോദിക്കും. നല്ലത്, ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആ വീട് നിങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത് മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളപ്പലിശക്ക് കടം വാങ്ങിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹറാമായ സമ്പത്ത് കൊണ്ട് ആ വീട് നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ ഏത് സമയം കയറിയത് കൊണ്ട് എന്ത് ഖൈറാണ്, എന്ത് ബർക്കത്താണ് ആ ഭവനത്തിന് വരാനുള്ളത്. ഈ രൂപത്തിൽ അടിസ്ഥാനത്തിൽ നിന്ന് മാറിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു ഖബർവാസിയെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഏത് ചെടി വെക്കണം, അത് ഏത് അലൈൻമെന്റിൽ വെക്കണം, അതിലൊരു അർത്ഥത്തിലും തെറ്റ് സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ ഗുരുതരമായ കാര്യമാണ്. പക്ഷേ ആ സംഗമത്തിൽ സംഗമിച്ചതിന്റെ പേരിൽ എന്ത് ഓർമ്മയാണ് മരണത്തെ സംബന്ധിച്ച് നമുക്കുണ്ടായത്, ഏത് വിധത്തിലാണ് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായത്. അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ നമുക്ക് സുന്നത്താക്കി. ഈ രൂപത്തിൽ മർമ്മത്തിൽ തൊടാത്ത ചോദ്യങ്ങൾ, അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള സംശയങ്ങൾ, ആ അർത്ഥത്തിൽ മാത്രം നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തികമായും സാമൂഹികമായും വൈവാഹികമായും വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥ ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ വ്യതിചലിച്ചിരിക്കുകയാണ്. അതിന്റെ വളരെ ശാഖാപരമായ കാര്യങ്ങളിൽ അതിശക്തമായ കണിശത നമ്മൾ പുലർത്തുമ്പോഴും അടിസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴോ അകന്നു പോയിട്ടുണ്ട്. ഒരു ഭവനത്തിന്റെ ഫൗണ്ടേഷൻ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ മുകളിൽ വിരിക്കേണ്ട മാർബിളിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് പോലാണത്. ഒരു ഭിത്തി തകർന്നു വീഴാൻ പോകുമ്പോൾ ആ ഭിത്തിയിലുള്ള ഒരു ജനാലിൽ അടിക്കേണ്ട പോളീസിനെ കുറിച്ച് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ദീനിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇഞ്ചിൻ ഇല്ലാത്തൊരു വാഹനത്തിന്റെ ചക്രത്തിന്റെ തേയ്മാനത്തെ ഓർത്ത് അത് നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ അപലപിക്കുന്നത് പോലെ, നാം വ്യസനിക്കുന്നത് പോലെ, അസ്വസ്ഥപ്പെടുന്നത് പോലെയാണ് പല കാര്യങ്ങളും ദീനിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈയിടെ വലിയൊരു പ്രശ്നം നടന്നു. നിക്കാഹിന്റെ സദസ്സിലിരിക്കുമ്പോൾ വധുവിന്റെ പിതാവ് എവിടെ ഇരിക്കണം, വരൻ എവിടെ ഇരിക്കണം എന്ന വിഷയത്തിലൊരു വലിയ തർക്കം. യഥാർത്ഥത്തിൽ അവരോട് മറുചോദ്യം, ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു സംഗമം ഉണ്ടായിരുന്നു, എൻഗേജ്മെന്റ് പാർട്ടി എന്നാണ് അതിന് പറഞ്ഞത്. നിങ്ങൾ അവിടെ എന്തൊക്കെ ഹറാമുകൾ ഉണ്ടായി, ഏതൊക്കെ രൂപത്തിലുള്ള ഹറാമുകൾ അതിന് ശേഷം നടന്നു. ഈ വരനും വധുവും നിക്കാഹ് കഴിഞ്ഞതുപോലെ പിന്നീട് സംസാരിച്ചു. പക്ഷേ അവിടെ ഈ ദീനിന്റെ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഹലാല് ഹറാമുകളെ സംബന്ധിച്ച ഒരു അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടായില്ല. ഇവിടെ ഈ ഇരിക്കുന്ന ഈ പൊസിഷനെ സംബന്ധിച്ച് മാത്രം ഇത്രമാത്രം നമ്മൾ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ കാര്യമായ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കാർന്ന് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. വേദക്കാർ ഏത് രൂപത്തിലാണ് നശിച്ചു പോയത്, ആ രൂപത്തിൽ ഒരു നാശത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവിടെ അടിസ്ഥാനത്തെ ശ്രദ്ധിക്കാൻ നമുക്ക് തുടങ്ങണം. സഹാബാക്കൾ ഏതൊക്കെ രൂപത്തിലുള്ള സംശയങ്ങളായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ഇന്ന് നമ്മുടെ പണ്ഡിതന്മാരോടും ഉസ്താദുമാരോടും ചോദിക്കുന്ന ചോദ്യവും സഹാബാക്കൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ചോദ്യവും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഒരു സഹാബി അബൂദർ റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്, എനിക്കത് ചെയ്തിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. അതിനാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ഓർക്കാണ്, ഈമാനും ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വജിഹാദും ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അയ്യുൻ നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് റസൂലെ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് ആരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് അളന്നു നോക്കാനല്ല, ആ ശ്രേഷ്ഠവാനായി ശ്രേഷ്ഠരുടെ കൂട്ടത്തിൽ എനിക്ക് ഉൾപ്പെടണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, സത്യസന്ധമായ നാവുള്ളവൻ, ശുദ്ധമായ ഹൃദയമുള്ളവൻ, അവര് ഏറ്റവും അഫ്ളലാണ്, ജനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണ്. സ്വാഭാവികമായിട്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നാവിനെ സത്യസന്ധമായി കാത്തുസൂക്ഷിച്ചിട്ടുണ്ടാകണം, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പരിശുദ്ധമായി കാത്തുസൂക്ഷിച്ചിട്ടുണ്ടാകണം. ഈ രണ്ട് കാര്യം മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ മറ്റൊരു സഹാബി വന്നിട്ട് പ്രവാചകനോട് ചോദിക്കാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? കാരണം അല്ലാഹുവിന്റെ ആ ഒരു ഇഷ്ടം എനിക്ക് കരസ്ഥമാക്കണം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, അയ്യുൽ
അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. പ്രവാചകൻ അതിന് മറുപടി കൊടുക്കാണ്. മറ്റൊരു സഹാബി വന്നിട്ട് ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഇസ്ലാമിൽ, അത് മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ, മറ്റൊരാളിനെ ഞാൻ സമീപിക്കുകയില്ല, മറ്റൊരാളോടും ഇനി ഒരു ചോദ്യവും ഞാൻ ചോദിക്കുകയില്ല. ആ അർത്ഥത്തിലുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തല്ല, അങ്ങനെ നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല ഇസ്ലാം എന്നൊന്ന് പറഞ്ഞ് അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പാലിക്കാൻ പറ്റിയ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തെ പറഞ്ഞുവിടാണ്. കുറച്ച് സഹാബാക്കൾ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കാണ്, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂലെ, പരലോകത്ത് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റുമോ? എത്ര നിഷ്കളങ്കമായ ചോദ്യമാണ്. അവർ അടിസ്ഥാനപരമായ ചോദ്യമാണ് ചോദ്യം. നമുക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റുമോ? കാരണം ആ റബ്ബിനെ അതിയായി അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ റബ്ബിനെ കാണണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രവാചകനെ സമീപിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ ഖിയാമത്ത് നാളിൽ കാണാൻ പറ്റുമോ? മറ്റു ചില സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു, ഏത് ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുക? പ്രവാചകൻ മറുപടി പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്. ഈ 2 കർമ്മങ്ങൾ കൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക, സൽസ്വഭാവം കാണിക്കുക. അപ്പൊ അവർ മറിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്ത് കാര്യം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പോവുക? അപ്പൊ പ്രവാചകൻ മറുപടി പറഞ്ഞു, നാവ് കൊണ്ടും ഗുഹ്യാവയവം കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പോവുക. അപ്പൊ നമുക്ക് നമ്മുടെ നാവിനെ സംരക്ഷിക്കാൻ പറ്റുന്നു. നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് എവിടെ കിടക്കുന്നത്? ഒരു സഹാബി വന്നിട്ട്, മൻ നജാത്ത്, റസൂലെ, എനിക്ക് രക്ഷപ്പെടാനുള്ള വല്ല മാർഗവും പറഞ്ഞു തരണം, നരകത്തിൽ രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. നാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീബത്ത് പറയരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്, വെറുതെ തർക്കങ്ങൾക്ക് പോകരുത്, ആർത്ഥത്തിൽ കളവ് പറയരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വന്നു. അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു നിർത്തുക. വബ്കി അലാ ഖതീഅതിക്, നിന്റെ തെറ്റുകൾ ഓർത്ത് നീ കരയുക. ഈ രൂപത്തിൽ അടിസ്ഥാനത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ അടിസ്ഥാനം പിഴക്കാതെ. അതാണ് ഈ ഗുഹാവാസികളെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമ്മുടെ ഈമാനിനെ ശരിപ്പെടുത്താൻ നമുക്ക് പറ്റണം. അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിലുള്ള വിശ്വാസം പരിശുദ്ധമായി കഴിഞ്ഞാൽ, മറ്റ് മേഖലകളിലൊക്കെയും നമ്മൾ ഇസ്ലാമിക മൂല്യം പാലിക്കുന്നവരായി മാറും. നമ്മുടെ രാഷ്ട്രീയ മേഖലയും സാമൂഹിക മേഖലയും സാമ്പത്തിക മേഖലയും കുടുംബ മേഖലയും വ്യക്തി ജീവിതവും ഒക്കെ ഇസ്ലാമിക മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായി മാറണമെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷനിൽ പണിയെടുക്കണം. ഈ ഫൗണ്ടേഷൻ റെഡിയാക്കാൻ നോക്കണം. അതല്ലാതെ ഈ ശാഖയെ നന്നാക്കാൻ നോക്കുന്ന ഒരു കാര്യമില്ല. നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തിയെ, അയാളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ശരിയാക്കുക ഹൃദയമാണ്. കാരണം ഹൃദയം ഉണ്ടെങ്കിലേ കൈ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ആ അർത്ഥത്തിൽ അടിസ്ഥാനത്തെ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ, ഈമാനിനെ ബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, അള്ളാഹുവിനെ അറിയണം, പടച്ചവനാരാണെന്ന് അറിയണം. ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളായും ഈ ഗുഹാവാസികളെ പോലെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ, ഏത് പ്രതിസന്ധികളെയും വിശ്വാസം കൊണ്ട് തരണം ചെയ്യാൻ കെൽപ്പുള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ വേരുകളിൽ പണിയെടുക്കുന്ന, വേരുകളെ നനക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അനാവശ്യമായ ചർച്ചകളിൽ നിന്ന്, തർക്കങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ അകറ്റി നിർത്തുമാറാകട്ടെ. നമ്മുടെ ഓരോ സമയങ്ങളെയും ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ചെലവഴിക്കാനുള്ള ഭാഗ്യം അവൻ നമുക്ക് നൽകുമാറാകട്ടെ. ചരിത്ര സംഭവങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന്, ഖുർആന്റെ കൽപ്പനകളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.